കിട്ടുന്നില്ല എന്നുള്ളത്. അവിടെയാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. സുഖായ കർമാണി കരോതി ലോകേ നദൈ സുഖം വാ നിതു പാരമം വാ വിന്ദേതഭൂയത്തവയേവ ദുഃഖം യതത്ര യുക്തം ഭഗവൻ വദെന്ന. ചിന്തിക്കും നിങ്ങൾ. സുഖവും ദുഃഖവും ഇത് വരാൻ കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന്, കഴിഞ്ഞുപോയ അനുഭവങ്ങൾ ആവർത്തിക്കുമെന്നത് വിഡ്ഢിത്തമാണ്. കാരണം പ്രകൃതി എന്ന് പറയുന്നത് മാറ്റമാണ്. രണ്ടാമത്തത്, പ്രതീക്ഷിച്ചത് നടക്കും എന്ന് വിചാരിക്കുന്നതും വിഡ്ഢിത്തമാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ കഴിഞ്ഞുപോയതിനെ റിഗ്രറ്റ് ചെയ്യാനും സമ്മതിക്കരുത്. വരുന്ന കാര്യത്തിൽ കൂടുതൽ അമിതമായൊരു പ്രതീക്ഷയും വെക്കരുത്. ഓവർ എക്സ്പെക്ടേഷൻ, ആ ഒരു പിടിവാശി ഉണ്ടല്ലോ, അങ്ങനെ തന്നെ നടക്കണം എന്നുള്ളത്, അതും വെക്കരുത്. അത് രണ്ടും ഉണ്ടോ നിങ്ങൾ ദുഃഖിക്കാൻ ബാധ്യസ്ഥരാണ്. ഏതുള്ളവർക്ക്? കഴിഞ്ഞുപോയ സുഖം ആവർത്തിക്കുമെന്നുള്ള ആ ഒരു ജീവിതം നയിക്കുന്നവര്, അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതെല്ലാം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്നവര്, അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് ദുഃഖത്തിന് വേറെ എവിടെയും പോകേണ്ടതില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം പറയാണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി തന്നെ വേണം. നമ്മുടെ മനസ്സിനെ നമുക്ക് എപ്പോഴും ഒരു നന്മയിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിന് ഏത് പ്രശ്നങ്ങളിൽ നിന്നും ഉയരാൻ സാധിക്കും. സ്വാമി ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വളരെ മനോഹരമായി പറയും, ഈവൻ ദിസ് വിൽ പാസ് അവേ. ഈ അനുഭവവും നമ്മളിൽ നിന്ന് പോകുന്നു. ഇത് നമ്മളിൽ നിന്ന് പോയേ പറ്റുള്ളൂ. ഒന്നും കെട്ടിക്കിടക്കുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. എന്ത്? കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ഇരിക്കാം, വരാൻ പോകുന്നതിൽ ഉത്കണ്ഠപ്പെട്ടും ഇരിക്കാം. നമ്മൾ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞു പോയതൊക്കെ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം, വരാൻ പോകുന്നതിനെയൊക്കെ ഫേസ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതല്ലേ വേണ്ടത്? കഴിഞ്ഞു പോയതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം. വരാൻ പോകുന്നതിനെ നമ്മൾ ഏത് വന്നാലും ഫേസ് ചെയ്യാൻ പഠിക്കണം. അത് നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മളെ വഴിതെറ്റിച്ചു പോയി. അച്ഛനമ്മമാരും സമൂഹമൊക്കെ വഴിതെറ്റിക്കുകയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളൊരു നല്ലൊരു സുഖകരമായ ഒരു പരിതസ്ഥിതി ഉണ്ടാക്കി തരാന്നാണ്. പരിതസ്ഥിതി ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതം സുഖകരമായി എന്നാണ്. എന്നാൽ ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഒരു പ്രപഞ്ചത്തിലും ഇന്നേ വരെ ഒരുപോലെയുള്ള പരിതസ്ഥിതി ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. കൺസ്ട്രക്റ്റീവ് ഫോഴ്സിന്റെ കൂടെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സുകളുണ്ട്. ഇനി മനുഷ്യൻ നശിപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പ്രകൃതിക്ക് തകർക്കാൻ എത്ര സമയം വേണം? നമ്മുടെ പരിതസ്ഥിതികളെയൊക്കെ ആകെ തകർത്ത് തരിപ്പണമാക്കാൻ പ്രകൃതിക്കൊരു നിമിഷം മാത്രമേ വേണ്ടൂ. ആണോ അല്ലയോ? നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പരിതസ്ഥിതി അനുകൂലമായിട്ടല്ല ജീവിതം സുന്ദരമാക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ നമ്മൾ അനുകൂലമാക്കിയെടുക്കണം. ഏത് പരിതസ്ഥിതിയെയും ഉൾക്കൊള്ളാനും ഏത് പരിതസ്ഥിതിയെയും അഭിമുഖീകരിക്കാനും നമ്മുടെ മനസ്സിന് നമുക്ക് സാധിക്കണം. അതിനെന്ത് വേണം? അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? എൻഗേജ്ഡ് ആക്കണം. എൻഗേജ്ഡ് ആക്കുക എന്നല്ലതിനെ പറയേണ്ടത്, അതിനെ എന്റർടൈൻ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വെറുതെ ഇരുത്തിയോ അപ്പോൾ അതിരുന്ന് കുഴപ്പമുണ്ടാക്കും. എന്റർടൈൻ ചെയ്യണം. എന്താ എന്റർടൈൻ ചെയ്യേണ്ടത്? അതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ജനസ്യ കൃഷ്ണാൽ വിമുഖസ്യ ദൈവാൽ അധർമ്മശീലസ്യ സദുഃഖിതസ്യ അനുഗ്രായേഹ ചരന്തിനോനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ. ജനസ്യ കൃഷ്ണാൽ വിമുഖസ്യ ദൈവാൽ അധർമ്മശീലസ്യ സ്വദുഃഖിതസ്യ. ആരാണോ തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കാതെ, അതായത് നല്ല ദൈവീകമായ വിചാരങ്ങൾ, നല്ല ചിന്തകളിൽ മനസ്സിനെ എൻഗേജ്ഡ് ആക്കാതെ, എൻ ഐഡിൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയാറില്ലേ, മനസ്സിനെ എൻഗേജ്ഡ് ആക്കാതെ, മനസ്സിനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പരിശീലിപ്പിക്കാതെ, അധർമ്മശീലസ്യ, ഇവിടെ അധർമ്മം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതെല്ലാം ചിന്തിക്കുന്നത്. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും, അന്ന് നല്ലതൊക്കെ ഉണ്ടായിരുന്നു, പണ്ട് കാലത്ത് എൻ്റെ വീട്ടിൽ എല്ലാ സുഖവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യം ഈ കമ്പാരിസൺ വലിയൊരു പ്രശ്നമാണല്ലോ. അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കളയെന്ന് പറയാണ്. ഒരിക്കലൊരു ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ അവരൊരു പ്രൊഫസറുടെ 60ാമത്തെ ബർത്ത്ഡേക്ക് കൂടി എല്ലാവരും കൂടെ ചേർന്നിട്ട്
ബാംഗ്ലൂരിൽ. പ്രൊഫസർ എല്ലാവരും വിളിച്ചു തൻ്റെ ബർത്ത്ഡേക്ക്, 60ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഒരു 10-30 പേരുണ്ട്. എല്ലാവരും വന്നു. അവരുടെ കൂടെ അദ്ദേഹം ഇരിക്കുന്നു. അപ്പം സാറിന് എല്ലാവരും ഓരോരോ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു, അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം എന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താ സാറേ, ഫുൾ സ്ട്രെസ്സാണ്, ടെൻഷനാണ്, ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്വസ്ഥതയില്ല, ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഉള്ളത്, ഉറങ്ങാനേ പറ്റുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഭാര്യ കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ഞാൻ അവളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധ വയ്ക്കുന്നില്ല, കുട്ടിക്കാണെങ്കിൽ അതിലേറെ പരാതി, അച്ഛനും അമ്മയാണെങ്കിൽ നാട്ടിൽ വരുന്നില്ല എന്ന് പറയുന്നു. ഒന്നും പറയേണ്ട സാർ, എങ്ങനെയൊക്കെയോ വി ആർ പുള്ളിങ് ദ ലൈഫ് എന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നമില്ലാത്തവർ ഒരാളുമില്ല, എല്ലാവരും ഓരോരോ ടെൻഷൻ. അത് ഈ മറ്റേ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു മുന്നിൽ റോഡ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട് അത്രേ, ഡ്രൈവ് സ്ലോലി എന്ന്, ഡോണ്ട് കിൽ അവർ എൻജിനീയേഴ്സ് എന്ന്. അതിന് താഴെ എഴുതിയിരിക്കുകയാണ് വി വിൽ ഡു ദാറ്റ് എന്ന്. കാരണം അത്രയും വർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന്. അതുപോലെയാണ് അവരുടെ ജീവിതം, ടെൻഷനാണ്, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസം. അപ്പം ഇദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് ഈ പ്രൊഫസർ ഭാര്യയോട് പറഞ്ഞു, എന്താ ഇവർക്ക് കാപ്പി കൊടുക്കാത്തത്, ഞാൻ തന്നെ വരാം. പ്രൊഫസർ അകത്തിയെന്നു, വലിയൊരു കെറ്റിലിൽ കാപ്പി ഉണ്ടാക്കി. അദ്ദേഹം കുറേ ഗ്ലാസ്സുകൾ, കുറേ ഗോൾഡ് പ്ലേറ്റഡ് ആണ്, കുറേ സിൽവർ പ്ലേറ്റഡ് ആണ്, കുറേ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളാണ്, കുറേ ഫൈബർ ഗ്ലാസ്സുകളാണ്, ചിലതെല്ലാം സെറാമിക് കപ്പുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു 19 എണ്ണം അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് വലിയ കെറ്റിലിൽ കാപ്പിയും വെച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, ഓരോരുത്തർ അവരവർക്ക് വേണ്ടത് കുടിച്ചോളൂ കേട്ടോ എന്ന്. അങ്ങനെ ഓരോരുത്തർ അവരവർക്ക് വേണ്ടതെടുത്ത് കുടിക്കുകയാണ്. സാർ അതെല്ലാം ശ്രദ്ധിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഒരു നിമിഷം ചിന്തിക്കൂ, നിങ്ങൾ ഏത് കപ്പെടുത്തിട്ടാണ് കുടിച്ചിരിക്കുന്നത് ചായ, കാപ്പി? ഇപ്പം എല്ലാവരും എടുത്തിരിക്കുന്നതുണ്ടല്ലോ കോസ്റ്റ്ലി ആയിട്ടുള്ളതും കാണാൻ നല്ല ഭംഗിയുള്ളതുമാണ്. നല്ല നല്ല കപ്പുകളൊക്കെ ഓരോരുത്തർ എടുത്തു. കുറേ സ്റ്റീലിൻ്റെ കപ്പുണ്ട്, കുറേ പ്ലാസ്റ്റിക്കും ഉണ്ട്, അതാരും എടുത്തിട്ടില്ല. അപ്പം ഇത് നോക്കിക്കൊണ്ട് പ്രൊഫസർ പറഞ്ഞു, നിങ്ങളുടെ ദുഃഖത്തിന് എന്താ കാരണം എന്നറിയോ? ഇത് തന്നെയാണ് കാരണം. നിങ്ങൾ കപ്പിലേക്ക് ശ്രദ്ധിച്ചു, ഏതിലേക്ക് ശ്രദ്ധിച്ചില്ല? കാപ്പിയിലേക്ക് ശ്രദ്ധിച്ചില്ല. കാപ്പി ഏത് കപ്പിലൊഴിച്ചാലും കാപ്പി തന്നെയാണ്. അത് സ്വർണ്ണ കപ്പിലൊഴിച്ചാലും സാധാരണ കപ്പിലൊഴിച്ചാലും കാപ്പിക്ക് ഒരു വ്യത്യാസമില്ല. പക്ഷെ നിങ്ങൾ കാപ്പിയേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കപ്പിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എന്നാൽ കാപ്പി കൊള്ളില്ല എങ്കിൽ അതേത് കപ്പിലൊഴിച്ചിട്ടും കാര്യവുമില്ല. ശരിയല്ലേ? ഇതുപോലെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. പക്ഷേ എപ്പോഴാണ് ഇതൊക്കെ ഉള്ളത്? നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾക്കൊരു മനസ്സുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ജോലിയുണ്ട്, നല്ലൊരു മനസ്സുള്ളിടത്തോളം കാലം ജീവിതമുണ്ട്, നല്ലൊരു മനസ്സുള്ളിടത്തോളം കാലം എല്ലാമുണ്ട്. മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ശരിയല്ലേ? നമ്മൾ ചിന്തിക്കുക അത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ ചുറ്റുപാടിനെ കുറിച്ചാണ്. ഏതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? കാപ്പിയെക്കുറിച്ച് ചിന്തിക്കാത്തതുപോലെ മനസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നല്ലൊരു മനസ്സുണ്ടാവാൻ എന്ത് വേണം? അതല്ലേ ചോദിക്കേണ്ടത്. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എങ്ങനെ മാറ്റണം എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ലോകത്തിലെന്നും ഉള്ളതാണ്. ഇതിനെങ്ങനെ ഞാൻ അഭിമുഖീകരിക്കണം? അതിനെന്ത് വേണം? അതിനൊറ്റ മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? മനസ്സിന്റെ ശ്രദ്ധ ആരിലേക്ക് തിരിക്കണം? ഭഗവാനിലേക്ക് തിരിക്കണം. എന്ന് വെച്ചാൽ നല്ല ചിന്തകളിലേക്ക്. മനസ്സിനുണ്ടല്ലോ എപ്പോഴും എന്റർടൈൻ ചെയ്യാൻ സാധിക്കണം. മനസ്സിന് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണം. അതുകൊണ്ടാണ് ചിലരുണ്ടല്ലോ ഈ മദ്യപാനത്തിലേക്കും ക്ലബ്ബുകളിലേക്കും ഡാൻസിലേക്കും മറ്റൊക്കെ തിരിയുന്നത്. കാരണം മനസ്സിനൊരു എന്റർടൈൻമെന്റ് ആണത്. ആ എന്റർടൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സ് സ്വസ്ഥമായി ശാന്തമായി സുഖമായി. അപ്പൊ അവർക്ക് തോന്നുകയാണ് ഇതിലാണ് യഥാർത്ഥ സുഖം എന്ന്. ചിലർക്ക് ഒരു എന്റർടൈൻമെന്റും ഇല്ലാത്തവരാണ് വേറൊരു എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ ഉറങ്ങുക എന്നുള്ളൊരു എന്റർടൈൻമെന്റ്. ചിലർ നോക്കൂ, നിങ്ങൾ വീട്ടിൽ വന്നാൽ അപ്പം TV ഓൺ ചെയ്യണം. കാരണം അവർക്ക് അതിലേക്കൊരു എന്റർടൈൻമെന്റ് വരികയാണ്. അപ്പൊ അവരുടെ മനസ്സിലൊരു സ്ട്രെസ് കുറയുകയാണ് അവർക്ക്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ എന്റർടൈൻമെന്റ്. ഇതൊക്കെ നമ്മൾ മറ്റൊന്നിനെ ആശ്രയിച്ചു കൊണ്ടുള്ള എന്റർടൈൻമെന്റ് ആണെങ്കിൽ നാം ശരിക്കും എങ്ങനെ എന്റർടൈൻ ചെയ്യണം? നാമസങ്കീർത്തനത്തിലൂടെ, കീർത്തനത്തിലൂടെ, നല്ലത് വായിച്ചുകൊണ്ട്, നല്ല വിചാരം ചെയ്തുകൊണ്ട്, അങ്ങനെ നമ്മൾ നല്ല എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ സ്ട്രെസ്
മനസ്സിന്റെ ടെൻഷൻ അതൊന്ന് റിലാക്സ്ഡ് ആവും. ഒന്നിൽ തന്നെ വെച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ടെൻഷനായി തീരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മൈൻഡിനെ നമുക്കൊന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യണം. അതിനെന്ത് വേണം? തൽസാധുവര്യാദിശവർഷ്മസം സംഭ്രാദിതോ ഭഗവാൻ യേന പുംസം ഹൃദിസ്ഥിതോ യശ്ചതി ഭക്തിബോധേ ജ്ഞാനം സതത്വാധിഗമം പുരാണം. എങ്ങനെയാണ് മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് സംരാധിതോ യേന പുംസം ഹൃദിസ്ഥിതോ, എന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനിൽ ഭക്തിയിലൂടെ മനസ്സിനെ ഉറപ്പിക്കാനുള്ള വഴികൾ അങ്ങ് പറഞ്ഞു തരണേ. കരോതി കർമാണി കൃതാവതാരോ യാന്യാത്മതന്ത്രോ ഭഗവൻ പ്രതീശാം യഥാ സസർജാഗ്രഹിതം നിരീഹ സംസ്ഥാപ്യ വൃത്യം ജഗതോ വിദത്തേ. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഭഗവാന്റെ അനവധി ലീലാവതാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ലീലാവതാരങ്ങളൊക്കെ ഈ ഭൂമിയും അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാൻ ഏതൊക്കെ ലീലകൾ ആടിയിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് എനിക്ക് വളരെ വിസ്തരിച്ച് അങ്ങ് പറഞ്ഞു തരൂ. കാരണം ഏന പ്രജാനാമുദ ആത്മകർമ്മ രൂപാഭിധാനം ച വിദാം വിദത്ത നാരായണോ വിസ്രജിതാത്മയോനി ഏതസ്തനോ വർണ്ണയ വിപ്രവര്യാം. മഹാത്മാവേ, ഭഗവാൻ എല്ലാവരുടെ സർവ്വചരാചരങ്ങളിലും ഇരുന്നു കൊണ്ട് ഭഗവാനാണല്ലോ ഈ ലീലകളൊക്കെ ആടുന്നത്. എന്ന് വെച്ചാൽ ഭഗവാന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഒരു മനസ്സിനും ഒരു ലീലയും ആടാൻ സാധ്യമല്ല, ഒരു ചിന്തകളും എന്റർടൈൻ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ഭഗവാൻ എങ്ങനെയാണ് ഈ രീതിയിലുള്ള ലീലകളൊക്കെ ആടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ മുനിർവിവക്ഷോ ഭഗവൽ ഗുണാനം സഖാപിതേ ഭാരതമാഹ കൃഷ്ണ യസ്മിൻ നൃണം ഗ്രാമ്യ സുഖാനുവാദേ മതിർഗൃഹീതാനു ഹരേ കഥായം. ഭഗവാൻ വേദവ്യാസ മഹർഷി ഭാരതം രചിച്ച് ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്ന് പറയേണ്ടായി. മനുഷ്യന്റെ സ്വാർത്ഥ മനസ്സിനേക്ക് കാണിച്ചു തന്നു. പക്ഷെ ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഹരേ കഥായം, ഈ ഭാഗവതാദികളിലൂടെ തന്നെ കടന്നുപോയാൽ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കാരണം സാ ശ്രദ്ധദാനസ്യ വിവർദ്ധമാന വിരക്തിമന്യത്ര കരോതി പുംസാം ഹരേ പദാനുസ്മൃതി നിർവിദസ്യ സമസ്ത ദുഃഖാത്യമാശുദത്തേ. ആർക്കാണോ ഇങ്ങനെയുള്ള മഹാത്മാക്കളാൽ പറയപ്പെട്ടിരിക്കുന്ന ഭാഗവതാദികളിലേക്ക് ശ്രദ്ധ വന്ന് അവരുടെ മനസ്സ് ഹരേ പദാനുസ്മൃതി ക്രമേണ ക്രമേണ ഭഗവൽ പാദത്തിലേക്ക് സ്മൃതി വന്നു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ദുഃഖത്തിനും സമസ്ത ദുഃഖത്തിനും അവർക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നെനിക്കറിയാം. ഹരേ കഥായാം വിമുഖാനഘേന ക്ഷിണോതി ദേവോ നിമിഷസ്തു യേശ താൻ ശോച്യ ശോച്യാനവിധോനു ശോചേ ഹരേ കഥായം വിമുഖാനഘേന ക്ഷിണോതി ദേവോ നിഷസ്തു യേശാം ആയുർവ്യതാപാദഗതി സ്മൃതീനം. ഏതൊരു വ്യക്തിയാണോ തന്റെ ദുഃഖങ്ങൾ ഏറ്റിക്കൊണ്ട് നടന്ന് ഭഗവാനിലേക്ക് ശ്രദ്ധ വെക്കാതെ, അല്ലെങ്കിൽ ഭഗവത് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ വിമുഖാൻ, ഇതിലൊക്കെ വിമുഖനായിട്ടിരിക്കുന്നത്, ക്ഷിണോതി ദേവോ അനിമിഷസ്തു, അവനെ കാലമാകുന്ന ദേവൻ വന്ന് ഇഞ്ചിഞ്ചായി കൊന്ന് അവൻ ആയുർവ്യഥ, അവന്റെ ആയുസ്സിനെ അവൻ വൃഥാവിലാക്കി കളയും. അപ്പൊ നല്ലൊരു ചിന്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലല്ലോ ആയുസ് നമ്മളെ നശിപ്പിച്ചു കളയും. അപ്പൊ അതുകൊണ്ടാണ് ചിലരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, അവിടെ അങ്ങനെ ഇരിക്കും, ഒരു പ്രശ്നം എനിക്ക് വരില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയില്ല. അവർ വീട്ടിൽ നിന്ന് എങ്ങാനും പുറത്തു പോയാൽ കള്ളം വരുമോ എന്നൊക്കെ അവരുടെ വിചാരം. ചത്തുപോകുമ്പോൾ കൊണ്ടുപോയി ഇതൊക്കെ. നമുക്ക് ഓരോരുത്തരും എത്ര മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ജീവിതം കൊണ്ട് നടക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് അനുഭവം തന്നെയാണ്. അനുഭവമില്ലെങ്കിൽ ജീവിതമില്ല. അപ്പൊ എങ്ങനെയുള്ള അനുഭവത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്? കുറെ സ്വപ്നങ്ങളും കുറെ മോഹങ്ങളും കുറെ കണക്കുകൂട്ടലുകളും കുറെ, അങ്ങനെയാണോ ജീവിക്കേണ്ടത്? അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. സ്വപ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ. എന്താണ് നമ്മുടെ അബ്ദുൽ കലാം പറയുന്ന പോലെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കൂ, പക്ഷെ പകൽ സ്വപ്നം കാണണ്ട. എന്തു വേണേ നിങ്ങൾ പ്രതീക്ഷകൾ വെച്ചോളൂ, പക്ഷേ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കൂ. എന്താ റിയാലിറ്റി? കഴിഞ്ഞതൊന്നും വീണ്ടും അതേപോലെ ആവർത്തിക്കാൻ പോകുന്നില്ല. ഈ ആവർത്തനം സ്പോർട്സിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും ആവർത്തനമില്ല. ഉണ്ടോ? കുട്ടികളുണ്ടല്ലോ, ഓടുന്ന സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അതേ ലൈനിൽ വന്നിട്ട് ഓടാൻ സമ്മതിച്ചു എന്ന് വരും. ആവർത്തനം സ്പോർട്സിൽ കാണാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, സ്കൂളുകളിലൊക്കെ നിങ്ങൾ അഭ്യസിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ട്രാക്കൊക്കെ വരച്ച് അതിൽ ഓടാൻ പറയുന്ന സമയത്ത്
ഇൻ കേസ് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ട്രാക്കിലൂടെ നിങ്ങൾക്ക് ഓടി ഓടി പരിശീലിച്ചുകൊണ്ട് അങ്ങനെ ആവർത്തനം ചെയ്യാം. സ്പോർട്സിൽ ആവർത്തനമുണ്ട്, പക്ഷെ ജീവിതത്തിൽ ആവർത്തനമുണ്ടോ? ആവർത്തനമുണ്ടോ? ഒരിക്കലും ആവർത്തനമില്ല. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ശരീരം നാളെ ഇതുപോലെ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ശരീരത്തിനും മാറ്റങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ മനസ്സും എന്ത് ചെയ്യണം? മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കണം. മനസ്സിനെ നിങ്ങൾ ശരീരത്തിനനുസരിച്ച് ഒഴുകാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ, അതിനെ നിങ്ങൾ കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കുഴപ്പത്തിലാക്കും. അതുകൊണ്ട് എന്ത് വേണം? താൻ ശോച്യാന വിദോന ശോചേ ഹരേ കഥായം വിമുഖാനഘേന ശൃണോതി ദേവോ നിമിഷസ്തു യേഷം ആയുർവൃതാവാദഗതീ സ്മൃതീനം. ജീവിതം ഇങ്ങനെ വൃഥാവിലാക്കരുത്. ആയുസ് എന്ന് പറയുന്ന കാലശക്തി നമ്മുടെ കൂടെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവന് ഹരിക്കാം. ഇന്നത്തെ ജീവിതം നമ്മൾ സന്തുഷ്ടരായിട്ട് ജീവിതം നയിച്ചാൽ ഇത്രയും ധന്യത മറ്റൊന്നിലും ഉണ്ടാവില്ല. നാളെ എനിക്കെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരിക്കാം, നാളെ എനിക്കെല്ലാം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കാം എന്ന് കരുതിയാൽ നാളെ ഒരിക്കലും അതൊന്നും കഴിയലുണ്ടാവില്ല. അലക്കൊഴിഞ്ഞൊരിക്കലും കാശിക്ക് പോകുണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മൈത്രേയ മാഷി, അങ്ങയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് ചോദിച്ചില്ലേ ഈ ദുഃഖം കൂടുന്നു, സുഖം കുറയുന്നു, എന്താണ് കാരണം? കാരണം ഭവാൻ ഭഗവതോ നിത്യം സമദാസാനുഗസ്യ യസ്യ ജ്ഞാനോപദേശായ മാദിശൽ ഭഗവൻ വ്രജം അതതേ ഭഗവല്ലീല യോഗമായോപബൃംഹിതാം വിശ്വസ്ഥിതുൽഭവാന്താർത്ഥ വർണ്ണയാമിന് പൂർവശാം. ഞാൻ അങ്ങക്ക് വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. അങ്ങ് വളരെ ഭഗവാനാൽ അനുഗ്രഹീതനായിട്ടുള്ള ഒരാളാണ്. കാരണം അങ്ങ് ജനിച്ചിരിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹീതമായൊരു കുലത്തിലാണ്. അതുകൊണ്ട് അങ്ങക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ ഭഗവാൻ തന്നെ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ മുന്നിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഞാനൊരു വലിയൊരു ഭഗവാന്റെ കാരുണ്യമായി കണക്കാക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിന് എന്താണ് ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പ്രശ്നവും പരിഹരിക്കണമെങ്കിൽ മനസ്സിലാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ പരിഹരിക്കേണ്ടതും ആരാണ്? മനസ്സ് തന്നെയാണ് പരിഹരിക്കേണ്ടത്. അപ്പൊ മനസ്സിലുള്ള പ്രശ്നങ്ങൾ മനസ്സ് തന്നെ പരിഹരിക്കണം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിന്തകളാണ് പ്രശ്നം. ചിന്തകളില്ലെങ്കിലോ? ഉറക്കത്തിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കും ഇല്ല. അപ്പോ എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിന്തയാണെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടതും ചിന്ത കൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഭഗവാനേവ ഏക ആസേദം അഗ്ര ആത്മാത്മനം വിഭു. ഇത് ചതുശ്ലോകി ഭാഗവതത്തിന്റെ ആവർത്തനമാണ്. അഗ്രേ